ഈ കോണ്ടാക്ടർ ആയിരിക്കും പിടിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഏതാണ് കമാൻഡ് ഉള്ളത് ഇത് പിടിക്കും. അത് ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താ അറിയോ കേട്ടോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 2 ഡ്യൂട്ടി ടൈമറുകളാണ്. ഇത് രണ്ടും ABB ബ്രാൻഡാണ്. ഇതൊരു പഴയ മോഡലും ഇതൊരു പുതിയ മോഡലുമാണ്. ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഇതിനകത്തൊരു ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 ഇയേഴ്സാണ്. 5 ഇയേഴ്സ് ഇത് ബാറ്ററി നിൽക്കും ഇതിനകത്ത്. അപ്പോൾ ഇതിനകത്ത് ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യാത്തൊരു ടൈമറാണ്. അപ്പോൾ ഇപ്പോഴും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടൈമർ റീസെറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് വേറെ റീസെറ്റ് ബട്ടൺസ് അങ്ങനെയൊന്നുമില്ല. ഇത് റീസെറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ഈ ബട്ടൺസ് കംപ്ലീറ്റ് പ്രസ് ചെയ്ത് പിടിക്കുക, റീസെറ്റ് ആവും, ഫുള്ള് റീസെറ്റ് ആവും. ആദ്യം തൊട്ട് ഇതെല്ലാം സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡേറ്റ്, ടൈം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്യാം. മാസം ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തു. 15:29 ഇവിടുത്തെ ടൈം. ഇപ്പം ഡേറ്റും ടൈമും എല്ലാം സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ ഈ മെനുവിൽ പ്രസ് ചെയ്യുന്നു. മെനു പ്രസ് ചെയ്യുമ്പോൾ അത് പ്രോഗ്രാം, പിന്നെ വേറൊരു ഐക്കണുണ്ട്, പിന്നെ ടൈമറിൻ്റെ ഒരു ഐക്കണുണ്ട്. അപ്പോൾ നമ്മൾ പ്രോഗ്രാമിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിതിനകത്ത് 56 പ്രോഗ്രാം ചെയ്യാം. ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള 56 പ്രോഗ്രാം നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിതിനകത്ത് ഫസ്റ്റ് ഇത് ഓരോ ഡേ ആണ്. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അങ്ങനെ ഓരോ ഡേ ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, 4, 5, 6, 7 ദിവസം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. നമുക്ക് ഫുള്ള് ഡേയും നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനകത്ത് ഏതെങ്കിലും ദിവസം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അത് വേണ്ട, അതേപോലെ രണ്ടാമത്തെ പ്രോഗ്രാം അങ്ങനെയും ചെയ്യാം. നമുക്കിപ്പം കാണിക്കുന്നു പറഞ്ഞാൽ ഓൺ ടൈമാണ്. എപ്പോഴാണ് ഓൺ ആകേണ്ടത്? ഓൺ ആകേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര മണിക്ക്? രാവിലെ വൈകിട്ടൊരു 7 മണിക്ക് ഓണാകണം. അപ്പം 15, 3, 4, 5, 6, 7 മണി. 7 മണി 19 മണി എന്ന് പറയും. എൻ്റർ അടിച്ചു. ഓക്കെ, എല്ലാ ദിവസവും ഓക്കെ. ഇനി ഓഫ് ടൈം സെറ്റ് ചെയ്യണം. എപ്പോഴാണ് ഓഫ് ആകേണ്ടത്? നമുക്ക് രാവിലെ 5 മണിക്ക് ഓഫ് ആവണം. 5 മണി ഓഫ് ടൈം. ഓക്കെ, എല്ലാത്തിനും എല്ലാ ദിവസവും ഓക്കെ. അങ്ങനെ നമുക്കത് ഒരു പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്തു ഓൾറെഡി. ഇനിയിപ്പോൾ അടുത്ത പ്രോഗ്രാമാണ്. അപ്പോൾ ഇനി സെറ്റ് ചെയ്യേണ്ട, അത് കഴിഞ്ഞു. ഓക്കെ, അതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് ബാക്ക് പോവാം. ബാക്ക് പോയിട്ട് നമുക്കിനി ചെക്ക് ചെയ്യാം. ഇത് ഈ രണ്ടാമത്തെ ഒരു ഐക്കൺ കാണുന്നുണ്ടോ അതിനകത്ത്? ആ രണ്ടാമത്തെ ഐക്കണാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്തതൊക്കെ ചെക്ക് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ രാവിലെ എങ്ങനെയാണ് ഓഫ് ടൈം 5 മണി, ഓൺ ടൈം 7 മണി. പിന്നെ അതുപോലെ എല്ലാ ദിവസവും ഓഫ് ഓൺ, ഓഫ് ഓൺ, ഓഫ് ഓൺ എല്ലാ ദിവസവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സെറ്റിങ്. നമുക്ക് ഏത് ദിവസം വേണമെങ്കിൽ വേറെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ അടുത്ത പ്രോഗ്രാം എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. മെനു എടുക്കുന്നു, അടുത്ത പ്രോഗ്രാം എടുക്കുന്നു. ഇനി നമുക്ക് 54 പ്രോഗ്രാമുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോന്നോരോന്നും നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ എളുപ്പമാണ് സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ടൈമറിലോട്ട് നമ്മൾ വരുമ്പം ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ടൈമറാണ്. നമ്മൾ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓഫായി പോകും കേട്ടോ.
ഇത് ഒരു ബാറ്ററി സേവിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഓഫായിപ്പോവും. അപ്പോൾ ഇതുപോലെ സെയിം ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യണം. ഇത് 25, 22, 7 ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ ഫങ്ഷൻസൊക്കെ ഉണ്ട്. റാൻഡം, സൈക്കിൾ, ഹോളിഡേയ്സ്, പ്രോഗ്രാം ലിസ്റ്റ്, നമ്മൾ പ്രോഗ്രാം ചെയ്ത ലിസ്റ്റ് നമുക്ക് എറൈസ് ചെയ്യണം. നമുക്ക് പ്രോഗ്രാം എല്ലാം എറൈസ് ചെയ്യണം. അപ്പോൾ സിംഗിൾ പ്രോഗ്രാമായിട്ട് എറൈസ് ചെയ്യണോ, ഫുൾ പ്രോഗ്രാം എറൈസ് ചെയ്യണം. ഫുൾ പ്രോഗ്രാം അങ്ങ് എറൈസ് ചെയ്ത് കൊടുക്കും. ഫുൾ പ്രോഗ്രാം എറൈസായി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പുതിയ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് പ്രോഗ്രാം ചെയ്യണം. സ്റ്റാൻഡേർഡായിട്ടുള്ള പ്രോഗ്രാം അത് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രീ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ 64 പ്രോഗ്രാം ഉണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, എം ടി ആണ്, എല്ലാം എറൈസ് ചെയ്തില്ലേ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡേ സെലക്ട് ചെയ്യുന്നു. ഈ ഡേ സെലക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഈ താഴെ 1, 2, 3, 7 വരെ എഴുതിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അത് നമ്മൾ ഏത് ദിവസമാണെന്ന് സെലക്ട് ചെയ്യണം. മൊത്ത ദിവസം വേണോ, ഇന്ന ദിവസം മതിയോ, എല്ലാം വേണോ. അപ്പോൾ നമ്മൾ ഫുള്ള് സെലക്ട് ചെയ്തു. 7 ദിവസവും ഞാൻ സെലക്ട് ചെയ്തു. ഓൺ ടൈം എപ്പോഴാണ് ഓൺ ആകേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് 19 മണി സെറ്റ് ചെയ്യാം. ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 19 മണി സെറ്റ് ചെയ്തു. ഒരു സെക്കൻഡ് മാറി. ഇനി നമുക്ക് ഓഫ് ടൈം സെറ്റ് ചെയ്യണം. എപ്പോഴാണ് ഓഫ് ആകേണ്ടത്. അത് നമുക്ക് രാവിലെ 5 മണി. സെറ്റ് ചെയ്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, എൻഡ്. ഇനി അടുത്ത പ്രോഗ്രാമാണിത്. ഇത് ഇനിയിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ. ഇവിടെ താഴെ P2 നടിക്കുന്നുണ്ടോ. P2 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോഗ്രാം. നമുക്ക് രണ്ടാമത്തെ പ്രോഗ്രാമിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള തരം പ്രോഗ്രാം ചെയ്യാം. അത് നമുക്ക് പ്രോഗ്രാം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം ലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇനി 63 പ്രോഗ്രാം ബാലൻസ് ഉണ്ട്. നമുക്കിനി ഈ ചെയ്തേക്കുന്നുണ്ടോ, ഓൺ ടൈം, ഓഫ് ടൈം എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ആദ്യം ഞാനൊന്ന് പവർ കൊടുക്കട്ടെ. പവർ കൊടുത്തിട്ട് നമുക്കൊരു സർക്യൂട്ട് ഒന്ന് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. അതുകൊണ്ട് ഇതും ഓഫായി, കാരണം പവർ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഈ സെറ്റിങ്സൊക്കെ മനസ്സിലായല്ലോ. ഇത് മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യിക്കാനായിട്ട് ഇതിൽ നമുക്ക് മാനുവലി ഇപ്പം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യണം. ഓണാണോ ഓഫാണോ ചെക്ക് ചെയ്യണമെന്നുണ്ട്. ഈ ഒരു കൈയുടെ ഒരു സിമ്പിൾ കണ്ടോ. ഈ കൈയുടെ ഒരു സിമ്പിൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് നമുക്ക് ഉണ്ട്. ഇപ്പോൾ ഇത് മാനുവലിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് വർക്ക് ചെയ്തില്ല. നമുക്കത് ഓട്ടോയിലാക്കണം. ഈ ഓട്ടോ എന്നുള്ള സിമ്പിൾ ഉണ്ടോ, ഇത് വന്ന് കിടന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യത്തുള്ളൂ. മാനുവൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാനുവലായിട്ട് അത് ഓണാക്കാൻ പറ്റും. ഓവർ റൈഡ് ചെയ്യാന്ന് പറയാൻ. ഓഫ് ചെയ്യാം. ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യും. ഇത് നമുക്കൊന്ന് പവർ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്കൊരു സർക്യൂട്ടൊക്കെ വെച്ചിട്ട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ പോയിൻ്റാണ്. 1 എന്ന് പറഞ്ഞാൽ NO പോയിൻ്റ്, 5 NC പോയിൻ്റാണ്. പിന്നെ L ന്യൂട്രൽ, അതിവിടെ അതിൻ്റെ സപ്ലൈ. L ഇവിടെ അതിൻ്റെ ന്യൂട്രൽ, അതിൻ്റെ സപ്ലൈ കൊടുക്കുന്നതാണ്. ബാക്കിയൊക്കെ ഈ നമ്പരും സംഭവം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. പറയുന്നത് ചില ഈ ടൈമറിലൊക്കെ ഈ ഒരു കോമണും NOയും മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് നമുക്ക് ഓഫ് ടൈം എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ടൈമറിനുള്ള ന്യൂട്രൽ വേണം, ഒരു ഫേസ് വേണം. അത് ലൈവ് ആയിരിക്കുമേ. ബ്രേക്കറിൽ എപ്പോഴും ലൈവ് ആയിരിക്കും. നമുക്കിതിനൊരു ന്യൂട്രൽ വേണം. ന്യൂട്രൽ ഇപ്പം നമ്മൾ താഴെ നമുക്ക് കൊടുക്കാം. ഓക്കെ, ന്യൂട്രൽ എടുത്തു. അപ്പോൾ നമുക്ക് വേണ്ട ഏത് നോക്കണം, അടുത്ത നോക്കി കൊടുത്തു. ഏത് കോണ്ടാക്ട് നോക്കാം. കുറച്ച് കാണാൻ ഭംഗിക്കൊണ്ടിരിക്കാൻ വേണ്ടി ചെയ്തു നോക്കാം. ഓക്കെ, എന്നിട്ട് അടുത്ത നോക്കിലൂടെ നമ്മൾ കൊടുക്കും. നമുക്ക് എവിടെ നോട്ട് കൊടുക്കാം. PSC ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാത്തിനും ന്യൂട്രൽ കൊടുത്തു. ഇനിയും കൊടുക്കേണ്ടത് ഫേസ് ആണ്.
ഫേസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ലൈവ് സപ്ലൈ എപ്പോഴും ഇതിനകത്ത് കൊടുത്തിരിക്കണം. ഇതിൻ്റെ എല്ലാത്തിനും ഒരു ലൈവ് സപ്ലൈ വേണം. അത് നമുക്ക് കൊടുക്കാം. എല്ലാത്തിനും ലൈവ് സപ്ലൈ വേണം. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്കറിൽ നിന്ന് ഒരു സപ്ലൈ എടുക്കുന്നു. സപ്ലൈ എടുത്തു. കോമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആണ്, 5 NC ആണ്, 1 NO ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുക്കാം. താഴെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ഒന്നും കണക്ഷൻ ഒന്നുമില്ല, ഡെമ്മിയാണ്, അങ്ങനത്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് കോമൺ ലൂപ്പ് ചെയ്യാം, L1 ലൂപ്പ് ചെയ്യാം, അങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് ലൂപ്പ് ചെയ്യാം. ഇതെല്ലാം അങ്ങ് ലൈവിൽ കിടക്കട്ടെ. ഓക്കെ, ഈ സംഭവം എല്ലാം അങ്ങ് ലൈവിലിടാം. ഈ ഒരു ലൈൻ ഓക്കെ. കോമൺ ഞാൻ കൊടുത്തിട്ടില്ല. കോമൺ നമുക്ക് സ്വിച്ച് വഴി കൊടുക്കാം, അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കൊടുത്തു. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഇതിനകത്തൊരു പവർ സപ്ലൈ. ഞാൻ ജസ്റ്റ് ഇതിനു വേണ്ടി കൊടുക്കുകയാണ്. ന്യൂട്രൽ ഞാൻ കൊടുക്കുന്നില്ല. ന്യൂട്രൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. കോണ്ടാക്ടർ വഴിയും കൊടുക്കാം, അല്ലാതെയും കൊടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഞാൻ ഈ ഫേസ് എല്ലാം ഒന്ന് ലൂപ്പ് ചെയ്യട്ടെ. ഇപ്പം 2 ചേഞ്ച് ഓവറിൻ്റെ ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ചേഞ്ച് ഓവർ. അപ്പോൾ ഞാൻ ഈ ഫേസ് ഇതെല്ലാം ലൂപ്പ് ചെയ്യും. വയറൊന്നും കട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഫേസ് വന്നു, ഇതിൻ്റെ ലൈനിൽ കയറി, ഇതിൻ്റെ ഒരു കോണ്ടാക്റ്റിൽ കയറി, ഇതിപ്പോൾ ലൈവ് ഫേസ് ആയിരിക്കും ഇപ്പോൾ എപ്പോഴും ഇവിടെ. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ടിലായിരിക്കും സപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യാനായിട്ടൊരു ഈ 3-ലൊരു സ്വിച്ച് വഴി നമുക്കിത് കോണ്ടാക്റ്റ് കൊടുക്കാം, ഒരു സ്വിച്ച് വഴി കൊടുക്കാം. അപ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഈ ഒരു സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഈ ഓഫ് ചെയ്യുന്ന കൺട്രോളായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ കോമൺ 3 ആണ്. 3 കൊടുക്കാം. 3 കൊടുത്തു. 3 ഈ റിലേയുടെ കോമൺ 3 ആണ്. അപ്പോൾ അതിൽ കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ഈ റിലേ വർക്ക് ചെയ്യാനായിട്ട് നമുക്കിതൊരു ഫേസ് വേണ്ടേ. അപ്പോൾ നമുക്ക് ആ ഫേസ് ഈ ലൈവിൽ തന്നെ കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു വേറൊരു വയറെടുത്തിട്ടുണ്ട്. അപ്പം ഒരു ഫേസ് കൂടെ നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് അടുത്ത പോയിന്റ് കൊടുത്തു. ഇപ്പം നമ്മളിത് ഓഫ് പൊസിഷനിൽ കിടക്കുവാണ്. ഇതിൽ നിന്ന് ലൈവ് വരുന്നു. ഇതൊക്കെ സിമ്പിൾ സർക്യൂട്ടാണ്. ഞാൻ ഇവിടെ ടൈമർ കിടന്നുകൊണ്ട് ഞാനൊന്ന് ചെയ്യാമെന്ന് വെച്ചതാണ്. അപ്പോൾ ഇവിടെ നിന്ന് സപ്ലൈ നേരെ കോമണിൽ വരുന്നു. ബാക്കി സപ്ലൈ എല്ലാം ലൈവാണ്. ഇതിൻ്റെ മെയിൻ ന്യൂട്രൽ കൊടുക്കണം, മെയിൻ ഫേസ് കൊടുക്കണം, പിന്നെ ഇതിൻ്റെ 2 ഔട്ട് ഇതിൽ കോയിൽ സപ്ലൈ കൊടുക്കാനുണ്ട്, അത് കൊടുക്കാം. അപ്പം ഒന്നാമത്തെ ഇതിൻ്റെ നമ്മുടെ NC എടുത്തു.
NC എടുത്തിട്ട് നമ്മൾ ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ കൊടുക്കാം. നമുക്ക് അടുത്തത് വേണ്ടതാ ഈ 1-ാം നമ്പർ, അത് NO ആണോ, NO. അത് നമ്മൾ NO കൊടുത്തു. NO NC കൊടുത്തു. എന്നിട്ട് അത് ഈ കോണ്ടാക്ടറിൻ്റെ അതിലും കൊടുത്തു. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇത് വന്നു ഫസ്റ്റ് കോയിൽ, രണ്ടാമത്തേത് വന്നിട്ട് NC വന്നിട്ട് ഇത് ഓണാക്കുമ്പോൾ തന്നെ ഈ കോണ്ടാക്ടർ ആയിരിക്കും പിടിക്കുന്നത്. എന്ന് വെച്ചാൽ ഏതാണ് കമാൻഡ് ഉള്ളത് ഇത് പിടിക്കും. അത് ഓഫ് ടൈം ആണെങ്കിൽ ഈ കോണ്ടാക്ടർ പിടിക്കും, ഓൺ ടൈം ആണെങ്കിൽ ഈ കോണ്ടാക്ടർ പിടിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് പവർ സപ്ലൈ കൊടുത്ത് നോക്കാം. ഇൻഡിക്കേഷൻ ലാമ്പ് വേണമെങ്കിൽ ഇൻഡിക്കേഷൻ ലാമ്പ് കൊടുക്കാം. ജസ്റ്റ് നമുക്കിപ്പോൾ കോണ്ടാക്ടർ മാത്രം ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ എന്തായാലും. ഇപ്പോൾ നമ്മൾ ഇത്രയും വീഡിയോ ഒക്കെ ചെയ്തില്ല, അതിനകത്ത് എന്തായാലും അറിയാവുന്നതായിരിക്കുമല്ലോ മൊത്തം. അപ്പം ഇതിനകത്ത് ഫേസ് ഔട്ട് വരും, ഇതിന് ഫേസ് ഔട്ട് വരും. അപ്പോൾ നമ്മൾ ഫേസ് ഇവിടെ കൊടുക്കുന്നു. ന്യൂട്രൽ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, രണ്ടും കൊടുത്തു. ഇനി നമുക്ക് പവർ കൊടുക്കാം. പവർ കൊടുത്തപ്പം ഇതിനകത്തിൽ ലൈറ്റ് ഓണായി. ബാറ്ററിയിലാണെങ്കിൽ ലൈറ്റ് ഓൺ ആകത്തില്ല കേട്ടോ. സപ്ലൈ വന്നിട്ടുണ്ട്. ഓക്കെ, കോമണിൽ സപ്ലൈ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഈ കോണ്ടാക്ടർ പിടിക്കാത്തത്. പക്ഷേ മറ്റ് ലൈനുകളിലെല്ലാം ലൈവ് സപ്ലൈ വന്ന് കിടപ്പുണ്ട്. നമുക്ക് കാണാമല്ലോ, ഇതാ ലൈവ് സപ്ലൈ വന്ന് കിടപ്പുണ്ട്. ഇതും ലൈവ് വന്ന് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഈ കൺട്രോൾ സപ്ലൈയിലോട്ട് നമ്മളിത് കൊടുക്കണം, പവർ കൊടുക്കണം. നമുക്ക് പവർ കൊടുക്കാം. നമുക്കിപ്പം ഇത് ഓണിലാണ് കിടക്കുന്നത്, ശ്രദ്ധിച്ചാൽ കാണാം. ഇതാ ഇത് ഓണിൽ കിടക്കുന്നതുകൊണ്ടാണ് ഫസ്റ്റ് ഈ കോണ്ടാക്ടർ പിടിച്ചത്. ഇതിപ്പം മാനുവലിലാണ് കിടക്കുന്നത്. ഈ ഹാൻഡിൻ്റെ ഒരു പടം കണ്ടോ, കാണാമോ? ഇത് ഹാൻഡിലാണ് കിടക്കുന്നത്, ഹാൻഡിൻ്റെ സിമ്പിൾ. ഇതിപ്പോൾ മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. ഇതൊന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുമിച്ച് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ഇങ്ങോട്ട് മാറി. ഇതിപ്പോൾ പിക്കപ്പ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഒന്നുകൂടെ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നമുക്ക് മാറ്റി മാനുവലി ചേഞ്ച് ചെയ്യുന്നതാണ് ഇതേ. ഇനിയിപ്പോൾ ഓട്ടോയിലുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ഇപ്പോൾ ഓഫ് ടൈമാണ്, ഓട്ടോയിലോട്ട് പോയി. കണ്ടോ, ഹോൾഡ് ചെയ്ത് പിടിക്കണം. മാനുവലി നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ രണ്ട് ബട്ടണൂടെ ഓണായി. ഇത് ഓണാണ്, ഓൺ ടൈമിൻ്റെ ആണ്. ഇത് ഓഫ് ടൈമിൻ്റെ. ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ഓട്ടോ. അപ്പോൾ ഓൾറെഡി ഓട്ടോ ആകുമ്പം ഇതാണ് ഓഫ് ടൈം. ഇതിൻ്റെ പവർ സപ്ലൈ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ ആയിട്ട് കൊടുക്കാം. നമുക്ക് ഉണ്ടോ, ഇതിലോട്ട് മാറി ഇതിൻ്റെ ഔട്ട്പുട്ട് വന്നു. ഓട്ടോയിലിടുമ്പോൾ നമുക്ക് ആ ടൈം കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ 7 മണിയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 7 മണിയാകുമ്പോഴേ ഈ കോണ്ടാക്ടർ വർക്ക് ആകത്തുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. മെനു എടുത്തിട്ട് സ്റ്റാൻഡേർഡ് വേണ്ട, നമുക്ക് പ്രോഗ്രാം ലിസ്റ്റ് നോക്കാം. മെനു എടുക്കുന്നു, താഴോട്ടുള്ള ഇതെടുക്കും, അമർത്തിട്ട് പ്രോഗ്രാം ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ ഇനി 64 കണ്ടോ, 19:59 ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പ്രോഗ്രാം 1 ആണ്, P01. ഓൾമോസ്റ്റ് 8 മണിക്ക് ഇത് ഓൺ ആകുന്ന ടൈം. എല്ലാ ദിവസവും 7 ദിവസവും സെറ്റ് ചെയ്തിട്ടുണ്ട്, സെയിം ടൈം, ഓൺ ഓഫ്. നമുക്ക് ലൈറ്റൊക്കെ ഔട്ട്സൈഡ് ലൈറ്റൊക്കെ ഈ ടൈം വെച്ച് ഇത് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് എന്താ അറിയോ, നമുക്ക് ഇൻ കേസിന് ഈ NO കോണ്ടാക്റ്റ് മാത്രമേ ഉള്ളൂ.
അപ്പോൾ നമുക്ക് എന്നിട്ട് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യിപ്പിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ ചെയ്യിക്കാൻ പറ്റത്തില്ല അവിടെ. നമുക്ക് ഒരു കോണ്ടാക്റ്റ് ഒരു കോമണും ഒരു എൻഒയും മാത്രമേ ഉള്ളെങ്കിൽ, ഈ 2 ലൈൻ മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇതെങ്ങനെ ചെയ്യിപ്പിക്കാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്കൊരു റിലേ വെച്ച് കൊടുക്കണം. അത് നോക്കാം. റിലേ ഒരെണ്ണം എടുക്കാം. അപ്പോൾ നമുക്ക് ഈ റിലേ എടുക്കാം. ഇതിനകത്ത് NONC ആവശ്യത്തിനുണ്ട്. ഇത് 14 പിന്ന് 230 വോൾട്ട് സപ്ലൈ റിലേ ആണ്. അപ്പോൾ ഇതിനകത്തോട്ട് വേണം നമ്മൾ ആ സപ്ലൈ കൊടുക്കാനായിട്ട്. നമുക്ക് കൊടുത്ത് നോക്കാം. പവർ ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തു. പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കേണ്ടത് ഇതാണല്ലോ NO. കോമണും NOയും ഈ 1 ആണ് NO. അപ്പോൾ നമ്മൾ ഈ 1 അഴിക്കണം. 1 അഴിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ റിലേയുടെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. താഴെ നിന്ന് മേപ്പോട്ട് പ്രസ് ചെയ്യാം. ഓക്കെ, ലോക്ക് ചെയ്തു. ഈ NO എടുത്തിട്ട് എന്ത് ചെയ്യണം, റിലേയുടെ കോയിൽ കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു NONC നമുക്ക് കിട്ടിയില്ലേ. ആ NONC വെച്ചിട്ട് വേണം നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിടികിട്ടിയ സംഭവം? പിടികിട്ടി. ഈസി അല്ലേ? ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കോയിൽ കൊടുത്തു. ഇനിയിപ്പോൾ ഇനി ന്യൂട്രൽ കൊടുക്കണം. ന്യൂട്രൽ കൊടുക്കണമെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഈ സപ്ലൈ എടുത്ത് ഇവിടെ കൊടുത്ത ശേഷം ഇവിടെ നിന്നൊരു ലൂപ്പ് ഇങ്ങോട്ട് ഇടും. ഈ റിലേക്കുള്ള കോയിൽ ന്യൂട്രൽ, റിലേ ന്യൂട്രൽ. റിലേ ന്യൂട്രൽ ഇട്ടു. നമുക്ക് ഈ ഒരു കോണ്ടാക്ടർ ഇല്ലേ, ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ ഇവിടെ നിന്ന് അഴിച്ചെടുക്കുക. അഴിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ NO കൊടുക്കുന്നു. ഏത്? ഈ റിലേക്ക് ഒരു NONC ഉണ്ടല്ലോ, ഇതിൻ്റെ NO. ഇതാണ് ഈ ബാക്ക് സൈഡാണ് NO വരുന്നത്, ഫ്രണ്ട് സൈഡ് NC ആണ്. അപ്പോൾ നമ്മൾ ഇതേന്ന് മാറ്റുവാണ്. ഈ റിലേ ജസ്റ്റ് ഈ ടൈമർ ഓപ്പറേഷൻ ആകുന്ന ഈ റിലേ മാത്രമാണ്. ഈ റിലേയുടെ NONC വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പറയുന്നത് ഈ NOയും കോമണും മാത്രം വരുന്ന ടൈമറുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണിത് കേട്ടോ. NOയും കോമണും മാത്രം വരുന്ന ടൈമർ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ റിലേയിലോട്ട് സപ്ലൈ കൊടുത്തിട്ട് ഈ റിലേ വഴി NONC യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ കോണ്ടാക്ടർ ഡ്യൂട്ടി സ്റ്റാൻഡ് ബൈ ആയിട്ട് വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് കൊടുത്തു. ഇപ്പം ഈ കോയിലിൻ്റെ സപ്ലൈ, ഈ കോണ്ടാക്ടറിൻ്റെ കോയിൽ സപ്ലൈ നമുക്ക് NC എന്ന് കൊടുക്കാം. സെയിം മുകളിൽ തന്നെ കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഒറ്റ മെയിൻ കോമൺ കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ 2 കോമൺ കൊടുക്കേണ്ടി വരും. ഇത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ കോയിലിലോട്ട് നമുക്ക് കൊടുക്കാം. അപ്പം ഇതിൻ്റെ സപ്ലൈ വന്നേക്കുന്നത് എങ്ങനെയാ, ഈ റിലേയുടെ NONC യൂസ് ചെയ്തിട്ടാണ് ഇത് ഓപ്പറേഷൻ ആകുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോമൺ വന്നേക്കുന്നത് താഴെയുണ്ടോ, ഈ റിലേയുടെ കോമൺ താഴെ. കോമൺ ഇല്ലാതെ നമുക്ക് ഈ NONC പവർ സപ്ലൈ ഔട്ട്പുട്ട് വരത്തില്ലല്ലോ, പവർ ഔട്ട്പുട്ട് വരത്തില്ല. അപ്പോൾ ഈ കോമണിലൊരു സപ്ലൈ വേണം. അപ്പോൾ അത് ബെറ്റർ കൊടുക്കുന്നത് ഈ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ് ലൈവ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഫ് ആകത്തില്ല, ലൈവ് സപ്ലൈ ഇവിടെ കിടക്കും. നമ്മൾ സ്വിച്ചിൻ്റെ ഔട്ട് എടുത്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് കൺട്രോൾ ആയതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. ജസ്റ്റ് സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് കൊടുക്കുക. മഞ്ഞ വയർ ഇതിൻ്റെ നേരെ താഴെ തന്നെ കൊടുക്കുക. ഈ ഒരു കോണ്ടാക്റ്റ് കണ്ടോ, ഇത് 1, 2, മൂന്നാമത്തെ കോണ്ടാക്റ്റ്. അപ്പോൾ മൂന്നാമത്തെ കോണ്ടാക്റ്റിൻ്റെ താഴെ തന്നെ ഇത് കൊടുക്കുന്നു. അത് കൊടുത്തിട്ട് ഈ സ്വിച്ചിൻ്റെ ഔട്ടില്ലേ, സ്വിച്ചിൻ്റെ ഔട്ട് അവിടെ തന്നെ ഇത് കൊടുക്കുക. അപ്പം മെയിൻ ഇൻകമിങ് വന്നിട്ട് യെല്ലോ ആണ്. അതിൽ നിന്ന് ഞാൻ ഔട്ട് എടുത്തു. ഒന്ന് ഇതിൻ്റെ കോമണിലോട്ടും ആ സെയിം ലൂപ്പ് തന്നെ ഇവിടോട്ടും കൊടുത്തു. അപ്പം നമുക്കിനി പവർ ഒന്ന് ഓണാക്കി നോക്കാം.
ടൈമർ ഓൺ ആയിട്ടുണ്ട്. ടൈമർ ഓണായി. ഇപ്പം മാനുവലാണ് കിടക്കുന്നത്. നമുക്കൊന്ന് ഓട്ടോയാക്കാം. ഓട്ടോ ഓഫ് ഒന്ന് വർക്കാകാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വിച്ച് ഞാൻ ഓഫിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓണാക്കിയപ്പം എന്ത് സംഭവിച്ചു? ഓൺ ടൈമാണ്. ഇതിൽ സപ്ലൈ വന്നു. ഈ റിലേ വഴിയാണ് NONC കോൺടാക്റ്റ് വർക്കുന്നത്. ഈ റിലേയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന് ഓഫായി കഴിഞ്ഞാൽ ഈ റിലേ ഇപ്പോൾ ഓഫായി. കണ്ട്, ഈ റിലേ നമുക്ക് മാനുവലി ആക്ടിവേറ്റ് ചെയ്യാം. കണ്ടോ, ഇത് ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ആവും. ഈ ഗ്ലാസ് റിലേ ആണെങ്കിൽ പറ്റത്തില്ല. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട് മാനുവലി ചെക്ക് ചെയ്യാനായിട്ട്. കേട്ടോ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഓപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് ഇവിടെ എന്തോ സംഭവിക്കുന്നത്, ഈ റിലേ ആണ് നമുക്ക് ഇവിടെ ആക്ടിവേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ റിലേയിൽ സപ്ലൈ ഇല്ല, സപ്ലൈ വന്നു. കണ്ടോ, അപ്പോഴും നമുക്ക് ചേഞ്ച് ഓവർ നടക്കുന്നുണ്ട്. NO കോണ്ടാക്റ്റ് മാത്രമാണെങ്കിലും നമുക്കിങ്ങനെ ചെയ്യാം. കേട്ടോ, ഓക്കെ. സംഭവം പിടികിട്ടിയല്ലോ. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ടൈമറിന് വേണ്ടിയുള്ളൊരു വീഡിയോ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.